വർഷം കൊണ്ട് കല്ലിൽ പണിതുയർത്തിയ ചോള രാജാക്കന്മാരുടെ മഹാവിസ്മയം. 81 ടൺ ഭാരമുള്ള ഒറ്റക്കല്ലിൽ നിർമ്മിച്ച ക്ഷേത്രമകുടം. ഗോപുരത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ മകുടത്തിന്റെ നിഴൽ ഉച്ച സമയത്ത് നിലത്ത് വീഴില്ല. വർഷത്തിൽ ഏത് ദിവസമായാലും എത്ര വെയിലുദിച്ചാലും ഉച്ചനേരത്ത് ഇവിടുത്തെ നിഴൽ നിലത്ത് വീഴില്ല. കേരളാന്തകൻ തിരുവാസൽ കടന്ന് ബൃഹദീശ്വരൻ കോവിലിന് മുന്നിലെത്തിയാൽ കാറ്റുപോലും ഒന്ന് നിൽക്കും. കുഞ്ചരമല്ലൻ രാജരാജ പെരുന്തച്ഛന്റെ കരവിരുതുകൊണ്ട് വിരിഞ്ഞ കൽക്ഷേത്രം കണ്ടിട്ടായിരിക്കും അത്. അതെ, ഈ പറഞ്ഞു വരുന്നത് 1000 വർഷമായി കൽഭിത്തികൾക്കുള്ളിലെ പ്രതാപത്തിന്റെ പ്രതീകമായി നിലനിൽക്കുന്ന തഞ്ചാവൂർ ക്ഷേത്രത്തെക്കുറിച്ചാണ്. ലോകത്തിന് മുന്നിൽ ചോളരടങ്ങുന്ന ദ്രാവിഡ വംശക്കാരുടെ മുൻ തലമുറ പടുത്തുയർത്തിയ മഹാവിസ്മയത്തെക്കുറിച്ച്. ഈ മഹാവിസ്മയത്തെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയുമുണ്ട്. അവിടുത്തെ കേരളാന്തകൻ എന്ന ആദി ഗോപുരം അതിന്റെ പ്രതീകമാണ്. അപ്പോൾ തഞ്ചാവൂർ ക്ഷേത്രത്തിൽ പോയവരാണോ നിങ്ങൾ? എങ്കിൽ അവിടുത്തെ വാസ്തുവിദ്യ കണ്ട് അമ്പരത്തിട്ടുണ്ടാവുമെന്നത് തീർച്ചയാണ്. പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? എന്തായാലും കമന്റ് ചെയ്യൂ. ഇവിടെ പോവാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരിടം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചരിത്രപരമായും നിർമ്മാണത്തിലെ വൈവിധ്യം കൊണ്ടും ശിവപ്രതിഷ്ഠയാലും പ്രസിദ്ധമാണ് തമിഴ്നാട്ടിൽ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തഞ്ചാവൂർ ജില്ലയിലെ ബൃഹദീശ്വര ക്ഷേത്രം. തിരുവുടയാർ കോവിൽ, പെരിയ കോവിൽ, രാജരാജേശ്വരം കോവിൽ എന്നിങ്ങനെയുള്ള പേരുകളിൽ ബൃഹദീശ്വര ക്ഷേത്രം അറിയപ്പെടുന്നു. ചോള രാജവംശത്തിലെ പ്രമുഖനായ രാജരാജ ചോഴൻ AD 985 തുടങ്ങിയ ക്ഷേത്ര നിർമ്മാണം 1013 പൂർത്തിയായത്. പരമശിവന്റെ ലിംഗരൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഈ ക്ഷേത്രത്തിന് 216 അടി ഉയരവും 14 നിലകളുമുണ്ട്. 5 നിലയിലുള്ള അതുല്യ ശില്പങ്ങൾ നിറഞ്ഞ ആ ഗോപുരം കേരള നാട്ടുരാജാവായ ഭാസ്കരവർമ്മനെ ഭാസ്കര രവിവർമ്മനെ പരാജയപ്പെടുത്തിയതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് അത്ര നിർമ്മിച്ചത്. യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളിൽ ഉൾപ്പെടുന്നതാണ് തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം. കൂടാതെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രങ്ങളുടെ പട്ടികയിലും ഉൾപ്പെട്ട ഈ ക്ഷേത്രം ചോളകാല തമിഴ് വാസ്തുവിദ്യയുടെ മകുടോദാഹരണമാണ്. ഇവിടുത്തെ ഒരു വലിയ വിശ്വാസമാണ് ബൃഹദീശ്വര ക്ഷേത്രത്തിൽ നിന്നും തഞ്ചാവൂരിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് 100ഓളം ഭൂഗർഭ വഴികൾ ഉണ്ടെന്നുള്ളത്. രാജരാജ ചോളന്റെ കൊട്ടാരത്തിലേക്കും മറ്റും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കും ഇത്തരം വഴികളുണ്ട്. എന്നാൽ അവയിൽ മിക്കവയും ഇന്ന് അടച്ചിട്ടിരിക്കുകയാണ്. ഭൂഗർഭ പാതയിൽ വഴിതെറ്റിയാൽ അപകടമാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ കാരണം. ഇനി നമുക്ക് കേരളവുമായി എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് ബന്ധമെന്ന് നോക്കാം. കൊടുങ്ങല്ലൂർ ആസ്ഥാനമായി ഭരിച്ചിരുന്ന വംശത്തിലെ രാജാവായിരുന്നു ഭാസ്കര രവിവർമ്മ എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. വലിയ ക്ഷേത്രം എന്നറിയപ്പെടുന്ന രാജരാജേശ്വര ക്ഷേത്രം അഥവാ ബൃഹദീശ്വര ക്ഷേത്രത്തിന് മുന്നിൽ രണ്ടാമത്തെ കവാടമായിട്ടാണ് കേരളാന്തകൻ തിരുവാസൽ സ്ഥിതി ചെയ്യുന്നത്. ഭാസ്കര രവിവർമ്മയെ കീഴടക്കിയതിന്റെ ഓർമ്മയ്ക്കായി ക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞ 8 വർഷത്തിന് ശേഷം നിർമ്മിച്ചതാണ് ഈ ഗോപുരം. എന്നാൽ അതേസമയം തന്നെ കേരളത്തെ തോൽപ്പിച്ചു എന്നതിന് ഒരു അർത്ഥവുമില്ല. അന്നത്തെ നാട്ടുരാജ്യങ്ങളിലൊന്നായി യുദ്ധം ജയിച്ചതിന്റെ സ്മാരകമായി കണക്കാക്കിയാൽ മതി. അന്ന് മുഴുവൻ നാട്ടുരാജാക്കന്മാരുടെ അടക്കി ഭരണമായിരുന്നല്ലോ. രാജരാജ ചോളനാണ് ഈ ക്ഷേത്ര നിർമ്മാണത്തിന് മുൻകൈയെടുത്തത്. 2ാം കവാടം കടന്ന് വിശാലമായ മുറ്റത്തെത്തുമ്പോൾ ഒറ്റക്കൽ പ്രതിമയായ നന്ദി മതിൽക്കെട്ടുകളോട് ചേർന്ന നൃത്തമണ്ഡപത്തിലെ ഗാനങ്ങളും കേട്ട് ഉറങ്ങുന്നുണ്ട്. സംഗീത സാന്ദ്രമാണ് തഞ്ചാവൂർ ക്ഷേത്ര മതിൽക്കെട്ടിന്റെ ഉൾവശം. ചോള സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ഈ നഗരം. ദ്രാവിഡ ശൈലിയിലുള്ള കൽഗോപുരങ്ങൾ അടങ്ങിയ പ്രധാന കെട്ടിടം ചുറ്റിവരാൻ സത്യത്തിൽ അധിക സമയം വേണ്ട. പക്ഷേ ശില്പങ്ങളും കൊത്തുപണികളും ആസ്വദിക്കുകയാണെങ്കിൽ ഈ നടത്തം തീരുകയുമില്ല. 6 വർഷമെടുത്ത് പൂർത്തിയാക്കിയ ക്ഷേത്രം അങ്ങനെ പെട്ടെന്ന് ചുറ്റി നടന്ന് കാണാൻ പറ്റുമോ? ശിവനെ ശിവലിംഗ രൂപത്തിൽ ആരാധിക്കുന്ന തഞ്ചാവൂർ ക്ഷേത്രത്തിന് പെരുവുടയാർ കോവിൽ എന്നും വിളിപ്പേരുണ്ട്. ആദ്യ കവാടമായ മറാത്ത എൻട്രൻസിലെ മറാത്ത സാമ്രാജ്യത്തിന്റെ സ്വാധീനം ക്ഷേത്രത്തിന്റെ പേര് മാറിയതിലുമുണ്ട്. മറാത്ത സാമ്രാജ്യങ്ങളുടെ ശക്തികാലത്താണത്രേ ബൃഹദീശ്വര ക്ഷേത്രം എന്ന പേര് വീണത്. ശ്രീകോവിലിനരികിലെ ചുമരുകളിൽ ചോളരാജകാല ചുവർ ചിത്രങ്ങൾ കാണാം. ക്ഷേത്ര വളപ്പിന് ചുറ്റുമായി ദീർഘമായ ഇടനാഴികളുള്ള കെട്ടിടമുണ്ട്. അതിൽ 108 ശിവലിംഗങ്ങൾ നിരനിരയായി കാണാം. ഇതിന് നിരവധി കൊത്തുപണികളുള്ള തൂണുകളുണ്ട്. ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്ന പ്രധാന ക്ഷേത്രത്തിന് വടക്ക് ചണ്ഡികേശ്വര ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയാണ്. പെരിയനായകി അമ്മ ക്ഷേത്രവും അടുത്തുണ്ട്. ഗണപതി, മുരുകൻ, സൂര്യൻ, ചന്ദ്രൻ, അഷ്ടദിക്പാലകർ, അഗ്നി, ഇന്ദ്രൻ, വായു, യമൻ, കുബേരൻ തുടങ്ങിയ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊന്ന് ഏപ്രിൽ മെയ് മാസങ്ങളിലായി 18 ദിവസം നീണ്ടു നിൽക്കുന്ന ചിത്തിരൈ ബ്രഹ്മോത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. 3 കവാടങ്ങളടക്കം മൊത്തം 14 ശില്പ വൈവിധ്യങ്ങൾ ആസ്വദിച്ചു വേണം തഞ്ചാവൂർ ചതുരക്കെട്ടിന് പുറത്തിറങ്ങാൻ. പ്രധാന ഗോപുരത്തിന് 59.82 മീറ്റർ ഉയരമുണ്ട്. അക്കാലത്ത് ഏറ്റവും വലിയ ക്ഷേത്ര ഗോപുരം തഞ്ചാവൂരായിരുന്നു. അതിനാലാണ് പെരിയ കോവിൽ അഥവാ വലിയ ക്ഷേത്രം എന്ന പേര് വീണത്.
നിർമ്മാണത്തിന് 1.3 ലക്ഷം ടൺ കരിങ്കല്ല് വേണ്ടിവന്നു എന്ന് പറയപ്പെടുന്നു. തീർച്ചയായും വേണ്ടി വന്നിരിക്കാം, കാരണം മുഴുവനായും കല്ലുകൊണ്ടാണ് ക്ഷേത്ര നിർമ്മാണം. 13 അടി ഉയരമുള്ള പ്രതിഷ്ഠയായ ശിവലിംഗം തുടങ്ങി കമാനങ്ങളിലെ ചില ഭിത്തികൾ വരെ ഒറ്റക്കല്ലിലാണ് ചെയ്തിട്ടുള്ളത്. അന്നത്തെ സാങ്കേതിക വിദ്യയുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഒരു കൽക്ഷേത്രത്തെ 1000 കൊല്ലം അചഞ്ചലമായി നിർത്തിയ ശില്പികളെയും അവരുടെ കണക്കുകളെയും നമിച്ചുകൊണ്ടേ പെരിയ കോവിലിൽ നിന്ന് പുറത്തിറങ്ങാനാവൂ. ഇവിടുത്തെ ചിത്രകലാരീതി തഞ്ചാവൂർ ചിത്രങ്ങൾ എന്ന പേരിലാണ് ലോകമെമ്പാടും അറിയപ്പെടുന്നത്. തവിൽ എന്ന തുടികൊട്ടുന്ന വാദ്യോപകരണവും വീണയും തഞ്ചാവൂരിന്റെ സംഭാവനയാണ്. മറ്റൊരു സവിശേഷമായ സംഗതി ഇവിടെ ഉണ്ടാക്കുന്ന തഞ്ചാവൂർ പാവകളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.